ഇനി വെള്ളം കുറയണമെങ്കിൽ ഇനിയും ജാമാവും. അവിടെ വെള്ളത്തിന്റെ അളവ് കുറയുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അവര് അറിയാത്തതാണോ എന്നറിയില്ല. വെള്ളം താഴ്ന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ജാമാവാൻ കാരണം. അതുകൊണ്ടാണ് നല്ല ഇത് നമ്മൾ എടുത്ത് മാറ്റണല്ല, പാറ പോലെ സെറ്റായിട്ടിരിക്കും. എത്ര മീറ്റർ പോയി? ഏകദേശം 40 മീറ്റർ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. നമ്മൾ അവിടെ നിന്ന് ഇന്നലെ 40 മീറ്റർ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ഇവിടെയും തമ്മിൽ കവറായി കാണും. ഇവിടെ നിന്ന് ഇനി ബോഡി അങ്ങോട്ട് പോയാന്നറിയില്ല. അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഇല്ല അത് വെള്ളം കുറഞ്ഞപ്പം ഈ വേസ്റ്റ് ഉണ്ടല്ലോ, പാറ പോലെ നമ്മുടെ അടിയിലോട്ട് വരണം. അപ്പൊ നമ്മുടെ ജാമാവും. നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റൂല. അത് പറയാൻ പറ്റൂല. കാര്യം ഇനി ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി പിന്നെ പ്രതീക്ഷയില്ല. ഇനി ഇങ്ങോട്ടേക്കാണോ? ഇനി ഇങ്ങോട്ട് നോക്കി. ഇപ്പം ഏകദേശം കവറായല്ലോ. ഇങ്ങൊന്നും നമ്മൾ കവറായി അല്ലേ? കവറായി. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല, ഗ്യാപ്പായി. പിന്നെ ഇത്രയും ഗ്യാപ്പ് ഉള്ളിടത്തെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇനി അതിന്റെ ഇടയിൽ നേരത്തെ വെള്ളം പൊങ്ങിയിരുന്ന സമയത്ത് ഈ ബോഡി കയറിയിട്ട് അതിന്റെ ഇടയിൽ ജാമായിട്ടാണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലേ നമ്മുടെ അങ്ങോട്ട് നോക്കാം. അതിപ്പോ പറയും, സാറ് പറയും. എങ്ങനെയാ സാർ ഇനിയിപ്പോ നമ്മുടെ ഒരു മാനോളം കൂടെ ഉണ്ട്. അത് ഇതും കൂടെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പോസിബിലിറ്റി, വെള്ളത്തിന്റെ ലെവൽ അനുസരിച്ച് അതിന്റെ പോസിബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. എങ്ങനെയാ ഇതിനിപ്പോ മുമ്പോട്ട്? ഇപ്പോൾ വാട്ടറിന്റെ ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് ടോപ്പിലുള്ള വേസ്റ്റിന്റെ ലെയർ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കൂടെ സെർച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമ്മളിപ്പം അത് ഒന്നും കൂടെ അതിന്റെ ലെവൽ പരിശോധിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തായിരുന്നു ഇന്നിപ്പോ ഇറങ്ങിയപ്പോൾ? ഇപ്പോൾ പോയപ്പോഴെന്ന് നമ്മൾ തറയിൽ മാക്സിമം കിടന്നാണ് പോണത്. അപ്പോൾ മുകളിൽ ഇതിന്റെ ബെഡാണ്, വേസ്റ്റിന്റെ ബെഡാണ്, ഒരു ഭയങ്കര ബെഡാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ മാക്സിമം മാലിന്യം അത്രയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ദൂരം പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെല്ലും തോറും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ ഈ ബെഡ് താഴാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം കിടന്നിട്ട് പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. മനസ്സിലായില്ലേ? ഞങ്ങൾ 40 മീറ്ററിനോട് കൂടുതൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏകദേശം എത്ര നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലെത്തി. പക്ഷെ അപ്പോഴേക്കും പറ്റുന്ന വെച്ചാൽ ഈ ബെഡ് വാട്ടറിന്റെ ലെവൽ പറഞ്ഞപ്പോൾ ബെഡ് കൊണ്ട് താന്നപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കേണ്ടി ഇനിയിപ്പോ തിരിച്ച് ഇനി അപ്പർ സൈഡിൽ നിന്ന് നോക്കേണ്ടി വരും. അവിടെ നോക്കിയതാണ്. എത്ര അളവിലുണ്ടാവും മാലിന്യം? ഏകദേശം 1 മീറ്റർ ഒക്കെ ഉണ്ടാവും. 1 മീറ്റർ നമ്മൾ തള്ളിയാലും പൊങ്ങൂല. അത്രയ്ക്കും നല്ല ബെഡാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ പൊങ്ങി വരാൻ ഭയങ്കര പാടാണോ? ഇത് നമുക്ക് പൊങ്ങാൻ പറ്റില്ല. അകത്ത് തന്നെ നമ്മള് കേവ് ഡൈവ് പോലെയാണ്. നമ്മൾ തറയിൽ കൂടെയാണ് പോകുന്നത്. മാക്സിമം വളരെ താഴ്ന്നാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും മുകളിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപകടമാണ്. തിരിച്ചു വരാൻ പറ്റില്ല. ട്രാപ്പാണ്. നമുക്ക് വേറൊരാൾക്ക് പോയി രക്ഷിക്കാനും പറ്റില്ല. കാരണം ഇത്രയും വേസ്റ്റ് നമ്മൾ അടിയിലായി കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ. കാര്യം വെള്ളം കുറഞ്ഞപ്പോ ഗ്യാപ്പ് ഒന്ന് ഇത് വേസ്റ്റ് ഒന്നും അടിയല്ലേ, താഴെയല്ലേ. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കനം പാറ പോലെ സെറ്റായിരിക്കുന്നതാ. അപ്പൊ ഇത് താന്നപ്പോ നമുക്ക് പിന്നെ മേലോട്ട് പൊങ്ങാൻ പറ്റൂല, വെള്ളം താഴണം. അപ്പൊ പിന്നെ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നേ പറ്റൂ. 40 മീറ്റർ അങ്ങ് ഉള്ളിലാണ് കിടക്കണ. അപ്പം മാലിന്യം വകഞ്ഞു മാറ്റണ്ട. മാലിന്യം ഇത്ര സെറ്റായിട്ടിരിക്കണ്. അതിന്റെ അടിയിൽ വെള്ളത്തിന് ഇത്ര ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ നുഴഞ്ഞാ നമ്മൾ ഈ വെള്ളത്തിന്റെയും മാലിന്യത്തിന്റെ ഇടയിലാണോ നമ്മൾ പോകുന്നത്? അതെ. അത് ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. അതായത് ഒരു 1/2 മീറ്റർ ഗ്യാപ്പിൽ കൂടെ നമ്മൾ പോണത്. അത്രയും മാലിന്യമാണ്. അത്രയ്ക്ക് മാലിന്യം സെറ്റാ പാറ പോലെ ഇരിക്കണം. തള്ളി മാറ്റിയാ പോവൂല. ഈ വെള്ളത്തിന്റെ ലെവൽ കുറഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും. നമ്മൾ താഴെ അടി കൂടെ പോകുമ്പോൾ വെള്ളത്തിന്റെ ലെവൽ കുറയുമ്പോൾ ഈ ഇത് സെറ്റായിട്ടിരിക്കണം നമ്മുടെ പുറത്തു വന്നിരിക്കും. പിന്നെ നമുക്ക് ഇങ്ങോട്ടോ പോകാൻ പറ്റൂല. നീക്കം ചെയ്ത് ശകലമല്ല, അവിടെയല്ലേ നീക്കം ചെയ്ത്. ഈ പാലത്തിന്റെ അടിയിൽ ഇത്ര അളവിൽ സെറ്റായിട്ട് പാറ പോലെ സെറ്റായിട്ടിരിക്കുക. വെള്ളം താഴണനുസരിച്ച് അത് സെറ്റായിട്ട് താഴും. അതിൽ നമ്മൾ വകഞ്ഞു മാറ്റി തല പൊക്കാൻ പറ്റൂല. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയതിന് ശേഷം ഈ മാലിന്യത്തിന്റെ ഇടയിലൂടെ തല പൊക്കിയതേ ഇല്ല. പൊക്കാൻ പറ്റൂല. കാര്യം തിരിച്ച് ഇവിടെ ഇറങ്ങിയെടുത്ത് വന്നേ തല പൊക്കാൻ പറ്റൂ. അതാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പൊങ്ങാൻ പറ്റൂല. കാര്യം പാറ പോലെ സെറ്റായിട്ട് ഈ കനത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തിരിച്ച് ഇറങ്ങിയെടുത്ത് ഇവിടെ വന്നിട്ടേ കയറാൻ പറ്റൂ. 40 മീറ്ററിൽ കൂടുതൽ പോയതാണ്.